വളരെ കൗതുകമുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പത്തനംതിട്ട കോന്നിയിലാണ്, കോന്നിയിലെ കൂടലിലാണ്. അപ്പൊ ഞാനിങ്ങനെ വരുമ്പോഴത്തേക്ക് കണ്ടൊരു കാഴ്ചയാണ് ഈ ഓട്ടോ സ്റ്റാൻഡിന് ഒരു പന്തൽ കിടക്കുന്നു. അതായത് ഇവിടുത്തെ സമീപത്തെ ക്ഷേത്രത്തിലെ ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിച്ച പന്തലായിരുന്നു. ഉത്സവം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും ഈ പന്തൽ അഴിച്ചു മാറ്റാനോ ഒന്നും തന്നെ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇതുവഴി വന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് ഇനി ഓട്ടോ ചേട്ടന്മാർക്ക് ഒരു തണലിന് വേണ്ടിട്ട് ഒരുക്കിയതായിരിക്കും. ആണോ? അല്ലല്ല, ഇത് ഉത്സവത്തിന് വേണ്ടി ഇട്ടത്. അത് മാറ്റിയില്ല. അത് മാറ്റാൻ വണ്ടി അങ്ങനെ തട്ടി സൈഡ് കാല് റോഡിലോട്ട് നിൽക്കുകയാണല്ലോ. റോഡിൽ നിൽക്കുകയാണ്. ഒരു കാല് വണ്ടി ഇടിച്ചതാ രാത്രി കണ്ട് ഇളകി വീഴും നിമിഷം. വീഴും ഞങ്ങൾ പേടിച്ചിരിക്കുമല്ലോ ഇത്. അപ്പൊ നമ്മുടെ ഈ ഒരു കൂടൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിച്ച തൂണായിരുന്നു. പക്ഷെ ഈ ഒരു ഇതായിരുന്നു. പക്ഷെ ഇതിന്റെ തൂൺ ഇപ്പൊ തന്നെ ഒരു വണ്ടി തട്ടിയതിനു ശേഷം ഇത് ഇങ്ങോട്ട് മറിയാനുള്ള സാധ്യത ഉണ്ട്. തണല് വെച്ചിരിക്കുവാണോ? പേടിയാണ്. വണ്ടി ഇന്നലെ രാത്രി ഇടിച്ചതാ. ബെൻഡായി കഴിഞ്ഞാൽ തറയെ വീണാൽ നിങ്ങളുടെ വണ്ടിയെല്ലാം കൂടി മിക്കവാറും അല്ലേ പണിയാവും. അപ്പൊ ഇത് ഇതുവരെ എടുത്ത് മാറ്റുന്നതിനെ പറ്റി തീരുമാനമായില്ലേ? മാറ്റി വരും. ഞാൻ കമ്മിറ്റി ജയൻസാറിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിരുന്നു. ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. റോഡിന് നടുക്കിലോട്ട് ഇത്തരത്തിൽ ഇങ്ങനെ സ്ഥാപിച്ചു വലിയ രീതിയിൽ അപകടം തന്നെയാണ്. ടൂ വീലറുകാർക്ക് കാണുകയില്ല, അവർ മേലിൽ ശ്രദ്ധിക്കത്തില്ല. ഈ സൈഡ് ലൈൻ നോക്കി വന്ന ഇടിച്ചു പോയാൽ അപകടമല്ലേ. വലിയ വണ്ടിക്കാർ ഇടിച്ചിട്ടങ്ങ് പോയി. അവരുടെ ഇൻഡിക്കേറ്റർ സാധനം എല്ലാം ഇവിടെ രാവിലെ കിടന്നു. ഞങ്ങൾ പറഞ്ഞു കളയുവേ. ഈ പോകുന്ന വാഹനങ്ങൾ ടൂ വീലർ ഉണ്ടാവും, വലിയ വാഹനങ്ങൾ ഉണ്ടാവും, മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ട് ഈ വെള്ളം വരയ്ക്ക് ഇപ്പുറം വരുമല്ലോ. ആ പരിപാടിയൊന്നും വേണ്ട ഇവിടെ. ആ പരിപാടി ഉത്സവം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ഉത്സവം 3 ദിവസം. അവർക്ക് ഒരുപാട് അടിക്കാൻ കാണും. അപ്പൊ നമുക്ക് എമർജൻസി ആയിട്ട് ഈ ഓട്ടോ സ്റ്റാൻഡിന് അത് വലിയ വിഷയമില്ല. അതിന് ഓട്ടോ കയറി വരുന്ന സ്ഥലമുണ്ട്. അതിനപ്പുറം വര കിടക്കുന്നു. അതാണോ വിഷയം? അങ്ങോട്ട് കാണിക്കും ചേട്ടാ. വര ഇപ്പുറം കിടക്കുന്നെങ്കിലും മറ്റു വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സൈഡ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പുറം. അപ്പൊ ഏതായാലും ഈ വാർത്ത പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ചേട്ടൻ പറയുന്നത് ഇവിടെ ഒരാഴ്ചയായിട്ട് ഇതിൽ കിടന്നോട്ടെ. നിങ്ങൾ കണ്ടോ? ഇത് രാവിലെ പോയപ്പോ ഒരു വാഹനം ഇതുപോലെ തട്ടി ചരിഞ്ഞ് നിൽക്കുകയാണ്. ഇത്രയും വെയിറ്റ് ഉള്ള സാധനങ്ങൾ ഈ വണ്ടിയിൽ മുകളിലോട്ട് വന്ന് വീണ് കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഏതായാലും ഈ ചേട്ടൻ പറയുന്നത് നമ്മളേതോ ഒരു വാർത്ത ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്ത് വലിയ രീതിയിലുള്ള ഗുരുതരമായ മിസ്റ്റേക്ക് ആണെന്നാണ് പറയുന്നത്. ഇവിടെ വന്ന് ഈ ഓട്ടോയുടെ മുകളിലേക്ക് ഒന്ന് വീണാലും ഒരു പ്രശ്നം തന്നെ ചേട്ടൻ പറയുന്നത്. ഏതായാലും ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കണക്കിലെടുക്കണ്ട. ഏതായാലും ഓട്ടോക്കാരുടെയും ഓട്ടോ ചേട്ടന്മാരുടെയൊക്കെ നിരന്തരമായ പരാതി തുടർന്ന് തന്നെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഏതായാലും ഒത്തിരി സങ്കടമുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ഉത്സവം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഇത് സ്ഥാപിച്ചെങ്കിൽ എത്രയും പെട്ടെന്ന് അധികാരികളിലേക്ക് എത്തിക്കുക, ഈ പന്തൽ അഴിച്ചു മാറ്റണമെന്നാണ് ഞങ്ങളുടെയും ആവശ്യം.